إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا ورسوله بالهدى ودين الحق ليظهره على الدين كله. اللهم صل وبارك على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن يرد الله أن يهديه يشرح صدره للإسلام ومن يرد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء كذلك يجعل الله الرجس على الذين لا يؤمنون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ആദരണീയരായിരിക്കരെ നന്റെ പിരിസത്തരെ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ആലമീൻ്റെ ഓരോ വിധിവിലക്കുകൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിച്ച് മുത്തഖീങ്ങളായി മരിക്കണകോ. ഓരോരുത്തരും നിരന്തരമായി പരിശ്രമിക്കണുണ്ടോ, അതിനു വേണ്ടി അള്ളാഹുവോട് നിരന്തരമായി ദുആ ഇറക്കണുണ്ട്. സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ സഹോദരിമാരെ, ലോകത്തിൻ്റെ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത്, ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഹിദായത്തിൻ്റെ വഴി, സന്മാർഗത്തിൻ്റെ വഴി അവൻ ഞങ്ങൾക്ക് തുറന്നു തന്നു. സത്യത്തിൻ്റെ മാർഗം അവൻ ഞങ്ങൾക്ക് കാണിക്കുന്നു. ഇത് വലിയ ഒരു സൗഭാഗ്യമാണ്. ഇത് എത്ര ആളുകൾ അല്ലാഹുവിൻ്റെ ഈ നിഅമത്തിനെ തിരിച്ചറിഞ്ഞു എന്ന് വിഷയമാണ്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട
സുപ്രധാനമായ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തമമായ ഒരുപാട് നാമങ്ങളുണ്ട്. ഖുർആൻ പറയുന്നുണ്ട് അസ്മാഉൽ ഹുസ്ന. ആ ഉത്കൃഷ്ടമായ നാമങ്ങളിൽ ഒരു നാമമാണ് അൽ ഹാദി. അൽ ഹാദി എന്നത് അല്ലാഹുവിന്റെ ഒരു അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു നാമമാണ്. എന്താണ് അൽ ഹാദി എന്ന് പറഞ്ഞാൽ? നേർവഴിയിലേക്ക് നയിക്കുന്നവൻ, അഥവാ നേർവഴിയിൽ ഉറപ്പിച്ചു നിർത്തുന്നവൻ എന്നും അതിന് അർത്ഥം നൽകാവുന്നതാണ്. ഈ ഒരു പ്രത്യേകമായ ഒരു സവിശേഷത ഇത് റബ്ബിന് മാത്രമേയുള്ള വിശേഷതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ ഒരാൾക്കും സവിശേഷത ഇല്ല. അത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മറ്റൊരാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ സാധ്യമല്ല, സാധിച്ചിട്ടില്ല. ഇത് ഖുർആനിൽ ഒന്നിലധികം സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞ കാര്യമായിട്ട് കയറ്. സൂറത്തുൽ ബഖറയിൽ കാണാം, ലൈസ അലൈക ഹുദാഹും വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഓ പ്രവാചകരെ, താങ്കൾക്കില്ല, അഥവാ താങ്കൾക്ക് അങ്ങനെ ഒരു ബാധ്യതയില്ല, കടപ്പാടില്ല. ഹുദാഹും, ജനങ്ങളെ ഹിദായത്തിലാക്കുക എന്നത്, ജനങ്ങളെ ഹിദായത്തിലേക്ക് ചേർക്കുക എന്നത് അത് താങ്കൾക്കുള്ള ബാധ്യതയല്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹുവാകുന്നു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കുന്നത്. അതായത് ഹിദായത്തിലേക്ക് ചേർക്കുക, ഹിദായത്തെ അംഗീകരിപ്പിക്കുക എന്നത് അത് താങ്കളുടെ ബാധ്യതയല്ല. താങ്കളുടെ ബാധ്യത അവർക്ക് ഹിദായത്തിന്റെ മാർഗം പറഞ്ഞു കൊടുക്കലാണ്. ഹക്ക് ഏതാണ്, ബാത്തിൽ ഏതാണ് എന്നവർക്ക് പറഞ്ഞു കൊടുക്കൽ, ഖൈർ ഏതാണ്, ഷർ ഏതാണ്, നന്മ ഏതാണ്, തിന്മ ഏതാണ് എന്നവരെ പഠിപ്പിച്ചു കൊടുക്കൽ മാത്രമാണ്. എന്നല്ലാതെ അവരെ ഹിദായത്ത് അംഗീകരിപ്പിക്കുക എന്നത്, ഹിദായത്തിൽ ചേർക്കുക എന്നത് അത് താങ്കളുടെ ബാധ്യതയിൽപ്പെട്ടതല്ല. അതുകൊണ്ടാണ് ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, യാ ഇബാദി കുല്ലുക്കും ضالٌ ഇല്ലാ മൻ ഹദൈതുഹു. എൻ്റെ ദാസന്മാരെ, എൻ്റെ അടിമകളെ, നിങ്ങളെല്ലാം വഴിതെറ്റിയവരാണ്, തെറുതപ്പിപ്പോയവരാണ്, എല്ലാവരും തെറുതപ്പിപ്പോയവരാണ്. ഇല്ലാ മൻ ഹദൈതുഹു, ഇല്ലാ മൻ ഹദൈതുഹു, ആർക്ക് ഞാൻ ഹിദായത്ത് നൽകിയോ, ഇല്ലാ മൻ ഹദൈതുഹു, ആർക്കൊക്കെ ഞാൻ ഹിദായത്ത് നൽകിയോ അവർ അതിൽ നിന്ന് ഒഴിവാണ്, ബാക്കിയെല്ലാം തെറുതപ്പിപ്പോയവരാണ്. അതുകൊണ്ട് വസ്തഹ്ദൂനി, നിങ്ങൾ ഹിദായത്ത് എന്നോട് ചോദിക്കണം. അഹ്ദിക്കും, നിങ്ങൾക്ക് ഞാൻ ഹിദായത്ത് തരാം. അത് എൻ്റെ പണിയാണ് ഹിദായത്ത് തരുന്നത്. അതുകൊണ്ടാണ് ഓരോ മുസ്ലിമായ മനുഷ്യനോടും 5 നേരം നിസ്കരിക്കുമ്പോൾ ഒരു ദിവസത്തിൽ 17 വട്ടം, 17 വട്ടം അവനെ കൊണ്ട് ആവർത്തിച്ച് ചൊല്ലിപ്പിക്കുന്ന ഒരു ദുആ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ നേരെ ചൊവ്വയുള്ള വഴിയിൽ നീ എന്നെ ചേർക്കണം അല്ലാ, അതിൽ ഉറപ്പിച്ചു നിർത്തണം അല്ലാ. എന്തിങ്ങനെ 17 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലിപ്പിക്കുന്നതിനെ പറ്റി പണ്ഡിതന്മാർ, തഫ്സീറിന്റെ പണ്ഡിതന്മാർ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലൊന്നിതാണ്, എന്നെ അതിൽ നീ ഉറപ്പിച്ചു നിർത്തണമല്ല എന്ന് മനസ്സറിഞ്ഞായിരിക്കണം ആ പ്രാർത്ഥന നാം നടത്തേണ്ടത്. കാരണം നേരായ മാർഗത്തിൽ നിന്നിട്ട് പലപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. കൊല്ലങ്ങളോളം, വർഷങ്ങളോളം നേരായ മാർഗത്തിൽ കഴിച്ചുകൂട്ടി അവസാനം അതിൽ നിന്ന് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്
ഇങ്ങനെ ആവർത്തിച്ച് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അപ്പോ ഈ ഹിദായത്ത് എന്ന് പറയുന്ന ഈ അനർഘമായ അമൂല്യമായ വിലമതിക്കാനാകാത്ത ഈ നിഅമത്ത് അത് തീരുമാനിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിൽ വേറെ ആർക്കും അതിലിടപെടാനില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുന്നത് ഒരു മനുഷ്യന്റെ അധികാരം നോക്കിയിട്ടല്ല, അവന്റെ സ്ഥാനമാനം നോക്കിയിട്ടല്ല, അവന്റെ സമ്പത്തോ കുടുംബ മഹിമയോ അവന്റെ സൗന്ദര്യമോ നോക്കിയിട്ടല്ല അല്ലാഹു തആല കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൂർവികന്മാരിൽ പലരും അത് നേടേണ്ടതായിരുന്നു. പലർക്കും ആ ഹിദായത്ത് നേടാനായിട്ടില്ലല്ലോ. അധികാരം നോക്കിയിട്ടാണ് അല്ലാഹു തആല ഹിദായത്ത് തീരുമാനിക്കുന്നതെങ്കിൽ ഫിർഔനിനും നമ്രൂദിനും അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കണമായിരുന്നു. പക്ഷേ അവർക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ല. സമ്പത്ത് നോക്കിയിട്ടാണ് അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുന്നതെങ്കിൽ ലോക മുതലാളിയായി അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണല്ലോ ഖാറൂൻ എന്ന് പറയുന്ന മനുഷ്യൻ. ആ ഖാറൂനിന് ആ ഹിദായത്ത് അല്ലാഹു കൊടുക്കണമായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ അത് ലഭിച്ചില്ല. അങ്ങനെ ഒരുപാട് സൗന്ദര്യം നോക്കിയിട്ടാണ് അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുന്നതെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ ഒരു സൗന്ദര്യമുള്ള ഒരു മനുഷ്യനായിരുന്നു ആര്? ഖുർആനിൽ പേരെടുത്ത് ആക്ഷേപിച്ച അബൂലഹബ് എന്ന് പറയുന്ന മനുഷ്യൻ. അബൂലഹബ്, ആ പേര് തന്നെ സൂചിപ്പിക്കുന്ന ആ മനുഷ്യൻ വല്ലാത്ത ചന്തമുള്ള, വല്ലാത്ത ചേലുള്ള, തിളങ്ങുന്ന അത്ര വലിയ സുന്ദരനായ മനുഷ്യനായിരുന്നു അബൂലഹബ്. ആ അബൂലഹബിന് ഹിദായത്ത് ലഭിച്ചിട്ടില്ല. അപ്പൊ ഹിദായത്ത് എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് തീരുമാനിക്കുന്നത്. അതേപോലെയാണ് പ്രവാചകന്മാരുടെ കഥകളും പ്രവാചകന്മാരുടെ ഉറ്റബന്ധുക്കൾ, പ്രവാചകന്മാരുടെ കുടുംബക്കാർ, ആപ്തമിത്രങ്ങൾ. എത്രയോ ആപ്തമിത്രങ്ങൾക്ക്, കുടുംബക്കാർക്ക് പ്രവാചകന്മാരാണ് എന്ന പരിഗണന വെച്ചിട്ട് അങ്ങനെ ഒരു ഹിദായത്ത് കിട്ടിയിട്ടില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പലർക്കും കിട്ടാതെ പോയ ഈ നിഅമത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്തത് എന്ന് നാം മനസ്സിലാക്കണം. നിങ്ങൾ നോക്ക്, അവ്വലുർ റസൂൽ, അതായത് ആദ്യത്തെ റസൂൽ എന്നറിയപ്പെടുന്ന പ്രവാചകന്മാരിലെ ആദ്യത്തെ റസൂൽ എന്നറിയപ്പെടുന്ന പ്രവാചകന്മാരെന്ന് വെച്ചാൽ ആരാണ്? അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ വിഭാഗമാണല്ലോ, അല്ലേ? പ്രവാചകന്മാരെ പോലെ അത്ര ബെസ്റ്റ് ആയിട്ടുള്ള, അത്ര ബെസ്റ്റ് അമംഗ് ദി പീപ്പിൾ എന്ന് പറയുന്ന മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും ഉത്കൃഷ്ടരാരാണ്? പ്രവാചകന്മാരാണ്, അല്ലേ? മെസ്സഞ്ചേഴ്സുകളാണ്. ആ പ്രവാചകന്മാരിൽ പിന്നെയും അല്ലാഹു തആല ഒരു 5 പേരെ തിരഞ്ഞെടുത്തു. അവരല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്തതായിരിക്കുന്ന ആ ത്യാഗം, അനിതര സാധാരണമായ അവരുടെ ത്യാഗം, അതേപോലെ തന്നെ അവരുടെ ഇസ്ലാമിലുള്ള നിശ്ചയദാർഢ്യം പരിഗണിച്ച് 5 പ്രവാചകന്മാരെ അല്ലാഹു തെരഞ്ഞെടുത്തല്ലോ. ഉലുൽ അസ്മ് എന്നാണ് അവർ അറിയപ്പെടുന്നത് ഖുർആനിൽ. ഉലുൽ അസ്മ് അതിലൊരാളാണല്ലോ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകന് കിട്ടാത്ത ഹിദായത്ത് അല്ലാഹു നമുക്ക് നൽകി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു മകന് ഹിദായത്ത് കിട്ടിയില്ലല്ലോ. പ്രവാചകനാണ്, ഇത്ര വലിയ പ്രവാചകനാണെന്ന് പരിഗണിച്ച് അല്ലാഹു തആല മകന് ഹിദായത്ത് കൊടുത്തോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ വാപ്പാക്ക് ഹിദായത്ത് കിട്ടിയോ? ഇല്ലല്ലോ. എന്തിന്? അന്തിമ പ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം പിതാവിന് കിട്ടാത്ത ഹിദായത്ത്, അവിടുത്തെ മാതാവിന് കിട്ടാത്ത ഹിദായത്ത്, അവിടുത്തെ മൂത്താപ്പാക്ക് കിട്ടാത്ത ഹിദായത്ത്, അവിടുത്തെ ഉപ്പാപ്പാക്ക് കിട്ടാത്ത ഹിദായത്ത്, ആ നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്തു. പ്രവാചകന്മാരുടെ എത്രയോ അടുത്തവരാണെന്ന് പറഞ്ഞിട്ട് അത് പരിഗണിച്ചിട്ടല്ല. വലാകിൻ അല്ലാഹ യഹ്ദീ മൻ യശാ, അല്ലേ? അങ്ങനെ പ്രവാചകന്മാരെ പരിഗണിച്ചിരുന്നുവെങ്കിൽ നോക്ക്, ലൂത്ത് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, എത്ര വലിയ ഉന്നത പ്രവാചകന്മാരാണവർ, അല്ലേ? അവരുടെ പത്നിമാർ,
ആ പരിശുദ്ധരായ പ്രവാചകന്മാരുടെ പത്നിമാർ പുരുഷായുസ് കാലം മുഴുവനും പ്രവാചകന്മാരുടെ കൂടെ കഴിഞ്ഞ, പ്രവാചകന്മാരുടെ കൂടെ വരെ കിടക്കയിൽ ബെഡിൽ ഉറങ്ങിക്കിടന്ന, രാത്രി കിടപ്പിറ പങ്കിട്ട ആ ഭാര്യമാർക്ക് ഹിദായത്ത് കിട്ടിയോ? ഇല്ലല്ലോ. മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവർക്ക് ഹിദായത്ത് കിട്ടിയില്ലല്ലോ. ആ പ്രവാചകന്മാരുടെ പത്നിമാരെ, ഭാര്യമാരെ, ഇത്ര വലിയ പരിശുദ്ധരായ പ്രവാചകന്മാരുടെ കീഴിൽ അവരുടെ കൂടെ ജീവിച്ചിട്ടും ആ പത്നിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാ റോൾ മോഡലാക്കിയിട്ടുള്ളത്? ആർക്കാണ് അവർ അല്ലാഹു തആല മാതൃകയാക്കിയിട്ടുള്ളത്? ഖുർആൻ പറഞ്ഞില്ലേ, ളറബല്ലാഹു മസല ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. ആർക്കാണ് ളറബല്ലാഹു മസല ലില്ലദീന കഫറു? കാഫിറുകളായ ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ റോൾ മോഡലായി, മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഹിദായത്ത് ലഭിക്കാതെ പോയ പൂർവികരായ എത്രയെത്ര ആളുകളാണുള്ളത്. നോക്ക്, ഒരാൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഐന അബീ, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ ബാപ്പ എവിടെ? ആരാണ് ഈ ചോദിക്കുന്ന? ഒരു സഹാബിയാണത് അല്ലേ. അയാളുടെ ബാപ്പ മുശ്രിക്കായ നിലക്ക് ഇസ്ലാം അംഗീകരിക്കാതെ മരിച്ചുപോയ ഒരാളാണ്. പക്ഷേ മകൻ മുസ്ലിമാണ്, റസൂലുള്ളാഹിന്റെ കൂടെ സ്വഹാബിയാണ്. റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഐന അബീ, എൻ്റെ ബാപ്പ എവിടെ, എൻ്റെ അബ്ബ എവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉത്തരം കൊടുക്കരുത്. എന്തിനു നോക്കൂ, ഇന്ന ഫഖാല ഇന്ന അബീ വഅബാക ഫിന്നാർ, നിന്റെ അബ്ബയും നിന്റെ അബ്ബയും നരകത്തിലാണ്, നിന്റെ അബ്ബയും നിന്റെ അബ്ബയും നരകത്തിലാണ്. നോക്കണം നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ യാത്ര കഴിഞ്ഞ് വരുന്നു. ഹിജ്റെല്ലാം പോയതിൻ്റെ ശേഷം മദീനയിൽ നിന്നിട്ട് മക്കയിലേക്ക് വന്നു. കുറച്ച് ആളുകൾ സഹാബത്തും കൂടെയുണ്ട്. അങ്ങനെ ഏകദേശം മക്ക മദീന യാത്ര ചെയ്തവർക്കൊക്കെ അറിയാം, റാബഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരു 60-70 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്തേക്ക് എത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴി അല്പം മാറി ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്നു. സഹാബത്തും റസൂലിന്റെ കൂടെ പോയി. ഒന്നും മനസ്സിലാകുന്നില്ല എവിടേക്കാണ് എന്ന്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനിയായി, നിശബ്ദനായി അവിടെ നിൽക്കുകയാണ്. സഹാബത്ത് ഇങ്ങനെ നോക്കുന്നു റസൂലുള്ളാഹിന്റെ ഓരോ സ്റ്റെപ്പും. ഒന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബുൾപുടുകയാണ്, കരയുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നു. ഇത് കണ്ടപ്പോ റസൂലുള്ളാഹിന്റെ ചുറ്റുമുള്ള സഹാബത്തും ബുൾപ്പ് വന്ന് കരച്ചിൽ വന്ന്. സംഗതി മനസ്സിലാകുന്നില്ല. റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കുന്നു സഹാബത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരച്ചിലങ്ങ് നിയന്ത്രിച്ചിട്ട് എന്നിട്ട് അവിടുന്ന് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്തഅദൻതു റബ്ബി ഫി അൻ അസ്തഗ്ഫിറ ലഹാ. സഹാബത്തിനോട് പറയുന്നു, സഹാബാ ഹാഹുനാ ദുഫിനതു ഉമ്മി ആമിന, ഇവിടെ വെച്ചിട്ടായിട്ടിക്കറി എൻ്റെ ഉമ്മ ആമിനയെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എൻ്റെ ഉമ്മ മരിച്ചു കിടക്കുന്നത് ഇവിടെയാണ്. എൻ്റെ ഉമ്മാന്റെ ഖബർ ഇവിടെയാണ്. അബവാ എന്ന സ്ഥലമാണ് ആ സ്ഥലത്തിന്റെ പേര്. അബവാ എന്ന സ്ഥലത്താണ് റസൂൽ അങ്ങനെ നിൽക്കുന്നത്. ഇവിടെയായിട്ടിക്കറി എൻ്റെ ഉമ്മാന്റെ ഖബറുള്ളത്. ഇസ്തഅദൻതു റബ്ബി ഫി അൻ അസ്തഗ്ഫിറ ലഹാ, എൻ്റെ ഉമ്മാക്ക് വേണ്ടി അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്താൻ ഞാൻ അള്ളാഹിനോട് അനുവാദം ചോദിച്ചു. പക്ഷേ ഫലം യുഅ്സൻ ലീ, ഇതൊക്കെ അനുവാദം കിട്ടിയില്ല. രണ്ടാമത് ഞാൻ അള്ളാഹുവോട് അനുവാദം ചോദിച്ചു, എൻ്റെ ഉമ്മാന്റെ ഖബറൊന്ന് സന്ദർശിക്കണം, അത് ഉമ്മാന്റെ ഖബർ നിനക്ക് കാണണം. അപ്പൊ നിനക്ക് അനുവാദം കിട്ടിയിട്ട് സമ്മതം തന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഉമ്മാന്റെ ഖബർ കാണണമെന്ന് വന്നത്. ഫസൂറുൽ ഖുബൂറ, അതുകൊണ്ട് നിങ്ങൾ ഖബർ കാണണം, ഖബർ സന്ദർശിക്കണം, അത് നിങ്ങൾക്ക് മരണത്തെ ഓർമ്മിപ്പിക്കും എന്നൊക്കെ റസൂൽ ഇവിടെ പറയുന്നു. ഇങ്ങനെ എത്രയെത്ര ചരിത്ര സംഭവങ്ങൾ ഹിദായത്തുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ സുപരിചിതമായ ചരിത്ര സംഭവമാണ് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായിരുന്ന
ഇസ്ലാമിക പ്രബോധനത്തിന് വളരെയേറെ സൗകര്യം ചെയ്തു കൊടുത്ത, ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് വല്ലാത്ത എതിർപ്പുകൾ, ഭീഷണികളൊക്കെ ഉണ്ടായപ്പോ മുഹമ്മദേ പേടിക്കണ്ട, ഞാനുണ്ട് മുഹമ്മദേ എന്ന് തങ്ങൾക്ക് ധൈര്യവും ആവേശവും പകർന്നു കൊടുത്ത ഒരു മഹാമനുഷ്യനായിരുന്നല്ലോ ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയായ അബൂ താലിബ് അല്ലേ? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ ഒരുപാട് ഭീഷണികൾ, എതിർപ്പുകളൊക്കെ നേരിട്ടപ്പോ അവിടെയെല്ലാം മതില് പോലെ കവചമായി, അഡ്ഡഗോഡയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് അത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിച്ച അബൂ താലിബ്. അദ്ദേഹത്തിന് മരണമാസന്നമാകുന്നു. മരണശയ്യയിൽ കിടക്കുന്ന അബൂ താലിബിന്റെ അടുത്ത് പോയി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് നോക്ക്, എന്താണ് അവിടെ നിന്ന് പറയുന്നത്? യാ അമ്മാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു ലക ബിഹാ യൗമൽ ഖിയാമ. എന്റെ മൂത്താപ്പ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ ചൊല്ലോറോ. കലിമതൻ, ഒരൊറ്റ വേർഡ്, ഒരൊറ്റ അത് മതി, നിങ്ങൾ ചൊല്ലോറോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു കലിമത്ത് മാത്രം നിങ്ങൾ ചൊല്ലോറോ. അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഞാനിതാ സാക്ഷി പറയും. അതൊക്കെ വേണ്ടി അത് മതിയേ. കാരണം എന്താ, ബാക്കി ആവശ്യമില്ല. ബാക്കി അത്രമാത്രം അദ്ദേഹത്തെ കൊണ്ട് ദീനിനുണ്ടായിട്ടുണ്ട്. അല്ലാഹുവിന്റെ ദീനിന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗഹീദിന്റെ പ്രബോധനത്തിന് അത്രമാത്രം സേവനങ്ങൾ അബൂ താലിബിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം ഹത്താ വസ്സദ ഫിത്തുറാബി ദഫീനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധൈര്യം പകർന്നു കൊടുത്ത വാക്കാണ്. മുഹമ്മദേ, ഇവിടെയുള്ള ഈ മുശ്രിക്കുകളെല്ലാം, ഈ അറബികളെല്ലാം ഒരുമിച്ച് കൂടി നിന്നെ എതിർക്കാൻ വേണ്ടി വന്നാലും നിന്റെ റോമത്തെ, നിന്റെ ശരീരത്തെ തൊടുണുക ഞങ്ങൾക്ക് സാധ്യമല്ല. ഞാൻ ഉള്ളിടത്തോളം കാലം ഞാനുള്ള മണ്ണിൽ ഡെഡ് ബോഡിയായി 6 അടി മണ്ണിൽ കുഴിച്ച് മൂടപ്പെടുന്നത് വരെ നിന്റെ ഒരു രോമത്തിനെ തൊടുക. അവിടെ ചൊല്ലുള്ളത് നിനക്ക് എന്തെല്ലാം എല്ലാം നീ ചൊല്ലൊരു ധൈര്യത്തോടെ ചെല്ലൊരു ആവേശം, ഇങ്ങനെ ആവേശം പകർന്നു കൊടുത്തതായിരിക്കര മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ആരുണ്ട്? അബൂ ജഹലുണ്ട്. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബീ ഉമയ്യ ഉണ്ട്. അവരുടെ ദീനിലേക്ക് അവരും ക്ഷണിക്കുന്നു. അവരും പറയുന്നു, യാ അബാ താലിബ് അതർഗബു അം മില്ലതി അബ്ദുൽ മുത്തലിബ്. അബൂ താലിബേ, നമ്മുടെ കാരണവന്മാരുടെ, നമ്മുടെ മുത്താത്തന്മാരുടെ, അജ്ദാദുമാരുടെ ആ ദീൻ നീ കൈവിടുവേ. നിങ്ങളെ അബ്ബ അബ്ദുൽ മുത്തലിബ് നടന്നവരും ഒരു പാതയുണ്ടല്ലോ, ഒരു മാർഗം, അത് നിങ്ങൾ കൈവിടാറാ എന്നായിരുന്നു അവർ ചോദിച്ചത്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ, എന്ന് പറഞ്ഞു കിട്ടിയാൽ മതി. ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണത്? ഖതീബുകാരൻ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, മൗലിദുകാരൻ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, മാലപ്പാട്ടുകാരൻ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വിലയും ഒരു മീനിങ്ങും ഇല്ല, ഒരു അർത്ഥവും ഇല്ല. എന്തേ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്രയോ വട്ടം ചൊല്ലുവാർ, ഖതീബുകാരന്റെ നാവിൽ എത്രയോ വട്ടം ഉണ്ടാവും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തുകൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്ന അതേ നാവിൽ കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് ചൊല്ലുന്നത് എന്തരയാ ഗൗസ് മുഹീദ്ദീൻ ഖാദിർ ജീലാനി ഒയിത്തല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലായിത്തല്ലേ. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്രയോ വട്ടങ്ങൾ ചൊല്ലുക. കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടം, ചെറിയ ഒരു കല്ല് ഒരു കാലിലേക്ക് തെറിച്ചാൽ പിന്നെ ഞങ്ങളെ വായിൽ വേണ്ടത് മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ എന്നെ കാക്കണം, റിഫായി ശൈഖ് തങ്ങളെ എന്നെ കാക്കണം, അജ്മീറിലെ ഖ്വാജ എന്നെ കാക്കണം, മുത്തുപേട്ടയിലെ തങ്ങളെ, നാഗൂറിലെ തങ്ങളെ, CM മടവൂറെ, മുനമ്പത്ത് ബീവിയെ, മമ്പുറത്ത് തങ്ങളെ എന്നെ കാക്കണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ നാവിലാണ് പിന്നെ പറയുന്നത്. പിന്നെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എന്തർത്ഥമാണുള്ളത്? അപ്പൊ റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് അബൂ താലിബ് പറഞ്ഞു കൊടുത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖതീബുകാരൻ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, മൗലൂദുകാരൻ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, മാലപ്പാട്ടുകാരൻ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല. പിന്നെ ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇരിക്കറാൻ?
ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കുന്നുണ്ട്? അബൂ താലിബിന് അത് പിടിയുണ്ടോ? അബൂ ജഹലിന് അത് പിടിയുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു അബീ ഉമയ്യത്തിന് അത് പിടിയുണ്ടോ? റസൂലുള്ളാഹി ചൊല്ലറ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ അപ്പന്മാരും അല്ലെ, നമ്മുടെ ഫോർഫാദേഴ്സ്, ഇവർ ചൊല്ലുന്നത് അങ്ങനെയാണ്. നമ്മുടെ ഫോർഫാദേഴ്സ്, നമ്മുടെ പൂർവീകരായ അപ്പന്മാർ, താത്തമുത്താത്തന്മാർ, അവരൊക്കെ ആരാധിച്ചു വന്ന, അവരൊക്കെ പ്രാർത്ഥിച്ചു വന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടുള്ള പ്രാർത്ഥന, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോടും അമ്പിയാക്കളോടും ഔലിയാക്കളോടുമുള്ള പ്രാർത്ഥന, അത് സമമല്ല, അത് ശരിയല്ല എന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ അതെല്ലാം തിരസ്കരിക്കരെ, അതെല്ലാം ഞാൻ നിരാകരിക്കരെ. അങ്ങനെ ഞാൻ ശരിയായ ശുദ്ധമായ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലേക്ക്, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് പഠിപ്പാട്ടിനെ മില്ലത്തുൽ ഇസ്ലാം, ആ ഇസ്ലാമിലേക്കാണ് ഞാൻ ഇപ്പൊ ഇതാ കടന്നു വന്നേ. അതാണ് അതിനർത്ഥം. അത് അബൂ താലിബിന് പിടിയുണ്ടു, അത് അബൂ ജഹലിന് പിടിയുണ്ടു. അതുകൊണ്ടാണല്ലോ അബൂ ജഹൽ അപ്പം എന്തിനെ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിനെ നിങ്ങൾ നിരാകരിക്കാറാ? നിങ്ങൾ അബ്ബല്ലേ, നിങ്ങളെ സ്വന്തം അബ്ബ ചെയ്തതായിരിക്കുന്ന ആ മില്ലത്തിനെ, ആ മാർഗം നിങ്ങൾ കൈവിടാറാ? പക്ഷെ റസൂലുള്ളാഹി നിരാശനായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ചു, യാ അമ്മാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇല്ല, അദ്ദേഹം പറഞ്ഞില്ല. പിന്നെ അദ്ദേഹത്തിന്റെ വായിൽ വന്ന അവസാനത്തെ വാക്ക് എന്തായിരുന്നു? അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. മില്ലത്തി അബ്ദുൽ മുത്തലിബ്, മില്ലത്തുൽ ഇസ്ലാം എന്ന വാക്ക് അയാളെ വായിൽ വന്നില്ല. മില്ലത്ത് ഇബ്രാഹിം എന്ന വാക്ക് അയാളെ വായിൽ വന്നില്ല. മില്ലത്തുൽ ഹനീഫിയ എന്ന വാക്ക് വന്നില്ല. അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. കാഫിറായി മരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത ബേജാറായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, മുത്താബ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പൊറുക്കല്ലത്തോട് നിങ്ങൾക്ക് അല്ലാഹ് വിരോധിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അല്ലാഹു തആല ഇടപെട്ടു. പറ്റൂല, ഇടപെട്ടു. മുശ്രിക്കീങ്ങളായിട്ട് മരിച്ചവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ പറ്റൂല. പ്രവാചകന് ചേർന്ന പണിയല്ല, മുഅ്മിനീങ്ങൾക്ക് ചേർന്ന പണിയല്ല. പിന്നെയും ബേജാറായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല സമാധാനിപ്പിക്കുകയാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. പ്രവാചകരെ, നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്ക് ഹിദായത്ത് കൊടുക്കുന്നത് സാധ്യമല്ല. അത് എൻ്റെ പണിയായിട്ടിക്കറ്, അത് ഞാനാണ് തീരുമാനിക്കരുത്. ഹിദായത്തുക അർഹൻ ആരാണിട്ട് അത് ഞാനാണ് തീരുമാനിക്കരുത്. അവർക്ക് ഞാൻ കൊടുത്തോളൂ, ഇതുകൊണ്ട് ബേജാറാവണ്ട. ഇങ്ങനെ എത്രയെത്രയോ സംഭവങ്ങളുണ്ട് പ്രിയമുള്ളവരെ. നാം ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിക്കാതെ പോയ, അള്ളാഹുവിന്റെ അടുക്കൽ പരിശുദ്ധരായ പ്രവാചകന്മാരുടെ ആപ്തമിത്രങ്ങളും ആപ്ത കുടുംബമായിട്ടും അവർക്ക് ഹിദായത്ത് ലഭിക്കാതെ പോയ, അതേപോലെ മറ്റൊരു സംഭവം കൂടി പെട്ടെന്ന് മനസ്സിലാക്കി. റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു യഹൂദിയായ ഒരു ബാലനുണ്ടായിരുന്ന, ഒരു കുട്ടി ഉണ്ടായിരുന്ന, ഒരു യഹൂദി കുട്ടി, ചെറിയ റസൂലുള്ളാഹിക്ക് ഖിദ്മത്തൊക്കെ എടുത്തുകൊണ്ടായിരുന്ന കുട്ടി രോഗശയ്യയിലാണ്. വല്ലാത്ത കലശമായ ഒരു രോഗത്തിലാണ്, മരിക്കാൻ പോകുന്ന രോഗത്തിലായിരുന്നു ആ കുട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കാനെത്തി. ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ നോക്കൂ, റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്ത ആ ബാലൻ സ്വന്തം മകനെ പോലെ റസൂലുള്ള കണ്ട ആ ബാലനാണ്. ആ ബാലന്റെ തലയുടെ അടുക്കലിരുന്നു. ഹദീസിൽ കാണാം, റസൂലുള്ളാഹി ബാലന്റെ തലന്റെ അടുക്കലേക്ക് എന്താ പറയുന്നത്? വളരെ മനസ്സമാധാനമുണ്ടാക്കുന്ന, പുഞ്ചിരി തൂകുന്ന ആ മുഖത്തോട് അല്ലാഹുവിന്റെ റസൂൽ, മോനെ അസ്ലിം, നീ മുസ്ലിമാകണേ. നോക്കണം, റസൂലുള്ളാഹി പറഞ്ഞു, നീ മുസ്ലിമാകണം മോനെ. മുസ്ലിമാകണമെന്ന് പറയുമ്പോൾ ആ കുട്ടി ചെറിയ കുട്ടിയാണല്ലോ. അബ്ബയിലേക്ക് നോക്കി, അബ്ബ, മക്കൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, അബ്ബന്മാരെ പേടി, അബ്ബ എന്ത് പറയുന്നു പറഞ്ഞു. അങ്ങനെ ആ കുട്ടി അബ്ബയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അബ്ബക്ക് എന്തോ അപ്പൊ നല്ല ഒരു മനസ്സ് തോന്നിയിട്ടുണ്ടാകും. യഹൂദിയാണ്, ജൂതനാണ് അബ്ബ. അബ്ബ എന്ത് പറഞ്ഞു? വേഗം അബുൽ ഖാസിം, മോനെ ഇതാ അബുൽ ഖാസിം ചൊല്ലറ പോലെ നീ അനുസരിക്കോറു. അബുൽ ഖാസിം കൊണ്ട് ചെന്നെങ്കിൽ റസൂലുള്ളാഹിയുടെ പേരാണ് അബുൽ ഖാസിം. ഖാസിം ചൊല്ലൊരു മോനും റസൂലുള്ളാഹിക്ക് അതിനെ ചേർത്തിട്ട് അബുൽ ഖാസിം, ഖാസിമിന്റെ അബ്ബാർ. യഹൂദിമാർ അങ്ങനെയാണ് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ടായിരുന്നത്, അബുൽ ഖാസിം. അപ്പൊ ചൊന്ത് മോനെ ഇതാ അബുൽ ഖാസിം നീ അനുസരിക്കോറു. വേഗം ആ മകൻ ഇതാ മുസ്ലിമായി കലിമ ചൊല്ലിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്തിനാ ചൊന്നത്? അൽഹംദുലില്ലാഹ് അല്ലദീ അൻഖദഹു മിനന്നാർ. അൽഹംദുലില്ലാഹ് അല്ലദീ അൻഖദഹു മിനന്നാർ. നരകത്തിൽ നിന്നിട്ട് ഈ ബാലനെ, ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയ അല്ലാഹ്, നിനക്ക് സ്തുതി, നിനക്ക് ഹംദ്, നിനക്ക് സ്തുതി. വലിയ പാഠമുണ്ട് ഇതിൽ പാഠമുണ്ട്. ഈ കുട്ടി മുസ്ലിമായത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടല്ല, അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്.
ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് മുസ്ലിം ആയിരുന്നതെങ്കിൽ അബൂ താലിബ് മുസ്ലിം അല്ലേ? അബൂ താലിബ് മുസ്ലിമായോ? എത്ര പ്രാവശ്യം റസൂൽ പറഞ്ഞു കൊടുത്തിട്ടും അബൂ താലിബ് മുസ്ലിമായില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടല്ല മുസ്ലിമായത്. ഇത് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ്. അൽഹംദുലില്ലാഹ് അല്ലദീ അൻഖദഹു മിനന്നാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അല്ലാഹുവിനെ സ്തുതിച്ചു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഹിദായത്ത് അമൂല്യമാണ്. അത് നഷ്ടപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. നഷ്ടപ്പെടാതെ കണ്ണിൻ്റെ കൃഷ്ണമണിയേക്കാളും അധികമായി നാം ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിൽ നമ്മെ നിലനിർത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹു അന്നി വഅൻകും وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഓരോ കൽപ്പനകൾ നല്ലപോലെ കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്നൊന്നുകൂടി എല്ലാവരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ഹിദായത്ത് അത് നഷ്ടപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. എത്രയോ വലിയ വലിയ ഉന്നതന്മാരായ ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും വിചാരിക്കേണ്ട ഞാനൊക്കെ ഓക്കെയാണ് എന്ന്. ഏത് സമയത്തും നഷ്ടപ്പെടാം. എത്രയെത്ര വലിയ വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ചരിത്രത്തിൽ നിന്നിട്ട് ഹദീസിന്റെ ഗ്രന്ഥം ഒരു സംഭവം മാത്രം ഞാൻ പറയുകയാണ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു അൻഹാ അല്ലേ, എത്ര വലിയ മഹാപണ്ഡിതയാണ് ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹിന്റെ പത്നിയാണ്. ഒരുപാട് ഹദീസുകൾ മഹദി അവർ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി വനിത. ആ സഹാബി വനിതയുടെ അടുത്ത് ഹദീസ് പഠിച്ച ഒരാൾ, ഹദീസ് പഠിക്കുന്ന ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ ആയിഷ റളിയല്ലാഹു അൻഹ ദീന് പഠിക്കുകയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ പഠിച്ചിട്ട് വലിയ ഹദീസ് പണ്ഡിതനായി തീർന്നു. വലിയ പണ്ഡിതനായി മാറി. പേരെന്താണ്? ഇമ്രാൻ എന്നാണ് അയാളുടെ പേര്. ഇമ്രാൻ ഇബ്നു ഹത്താൻ എന്നാണ് അയാളുടെ പേര്. ഹദീസിൽ വല്ലാത്ത പാണ്ഡിത്യം നേടി. അവസാനം എന്തുണ്ടായി? ഒരു ഖവാരിജത്തായ പെണ്ണിനെ വിവാഹം ചെയ്തു. അതാണ് അവസാനം. ഖവാരിജത്തിനെ പറ്റി പറയുന്ന കുറെ കാര്യം പറയാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി ആ വിഭാഗത്തെ പറ്റി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ അള്ളാഹുവിന്റെ ദീനിൽ നിന്നിട്ട് തെറിച്ചു പോകും. അങ്ങനെയുള്ള വിഭാഗമാണ് ഖവാരിജിയാക്കൾ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട്. സഹാബത്തിനോട്, സഹാബ, ഒരു വിഭാഗം വരാനുണ്ട്. നിങ്ങളെ നിസ്കാരം പോലല്ല, നിങ്ങളെ നിസ്കാരം ഒന്നുമല്ല ഞങ്ങളുടെ മുമ്പിൽ. അത്രമാത്രം നിസ്കരിക്കാറ്. തഹ്കിറൂന സ്വലാത്തക്കും മഅ സ്വലാത്തിഹിം വസിയാമക്കും മഅ സിയാമിഹിം. നിങ്ങളുടെ നോമ്പ് നോക്കിയാൽ നിങ്ങളുടെ നോമ്പ് ഒന്നുമല്ല, അത്രമാത്രം നോമ്പ് പിടിക്കാറ്. വയഖറഊനൽ ഖുർആൻ, അത്രമാത്രം അങ്ങ് ഖുർആൻ ഓതുറാറ്. പക്ഷേ യംറുകൂന മിനദ്ദീൻ, അള്ളാഹിന്റെ ദീൻ അങ്ങ് തെറിച്ചു പോകാറ്. ജാഗ്രത, അങ്ങനത്തെ ഒരു കൂട്ടർ വരാനുണ്ട്. അങ്ങനെയുള്ള ആ ഖവാരിജി ആശയം, ആദർശം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഖുർആനും സുന്നത്തിന്റെ ആശയങ്ങൾക്ക് എതിരായ ആശയമുള്ള ഒരു പെണ്ണിനെ അയാൾ മംഗലം കഴിക്കി.
ആൾമാർ ചൊന്നാറ്, അയാളെ കൂട്ടുകാരെല്ലാം ചൊന്നാറ്, ഇതാ അത് ഖവാരിജി ആശയമാണ്, നീ മംഗലം കഴിക്കണ്ട, വേറെ ആരെങ്കിലും നല്ല ആശയത്തിന് മംഗലം കഴിക്കോറൂ എന്ന് അയാളോട്ട് പറഞ്ഞു നോക്കി. പക്ഷേ അയാൾ ഇണ്ടത്തെ ആൾമാർ പറയും പോലെ അതെല്ലാം ഞാൻ ശരിയാക്കുവേ. അയാളങ്ങനെ വിചാരിച്ച് എനിക്ക് നല്ല പാണ്ഡിത്യമുണ്ടല്ലോ ഹദീസിലും മറ്റുമെല്ലാം, അവളെ ഞാൻ എന്താക്കുവേ, അവളെ ഖവാരിജി ആശയത്തിൽ നിന്നിട്ട് എൻ്റെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയത്തിലേക്ക് ഞാൻ കൊണ്ടുവരും. അയാൾക്ക് ഏതാനും മംഗലം കഴിക്കണം. ആ പെണ്ണിനെ കാണാൻ നല്ല ചന്തമുള്ള ഒരു പെണ്ണായിട്ട്, ഇയാളാകട്ടെ അത്ര വലിയ ചന്തമില്ല. അപ്പൊ ചന്തമില്ലാത്ത ഒരാൾക്ക് നല്ല ചേലുള്ള ചന്തമുള്ള പെണ്ണങ്ങ് കിട്ടിയപ്പോ അതിലയാൾ വാങ്ങിപ്പോയി, അങ്ങനെ വിവാഹം കഴിച്ചു. അവസാനം എന്തുണ്ടായി പ്രിയമുള്ളവരെ? അയാൾക്ക് ആ പെണ്ണിനെ ശരിയാക്കാൻ സാധിച്ചോ? സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചോ? ഇല്ല. നേരെ മറിച്ചാണ് സംഭവിച്ചത്. ഇയാളും ഖവാരിജി ആശയമായി മാറി. നഊദു ബില്ലാഹ്. അതാണ് സംഭവിച്ചത്. ഇയാളും ആരായിത്തീർന്നു? ഖവാരിജി ആശയമായി മാറിക്കഴിഞ്ഞു. ഓക്കെ, അതാണ് ഹിദായത്ത് ഏത് സമയത്തും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു തന്നത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹ് ഹിദായത്ത് തന്നതിന്റെ ശേഷം നീ എന്നെ അതിൽ നിന്ന് തെറ്റിച്ച് കളയല്ല റബ്ബേ. അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. എന്താണ്? കൽബുകൾ മാറ്റിമറിക്കുന്ന അല്ലാഹ്, എൻ്റെ കൽബിനെ നീ ഉറപ്പിച്ചു നിർത്തണം ഇസ്ലാമിൽ. പലപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. എത്ര ആളുകളാണ് നമ്മുടെ ഇടയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലേ, കൊല്ലങ്ങളോളം നല്ല ദീനനുസരിച്ച് ജീവിച്ച് അവസാനം ഒന്നുമില്ല. നല്ല 5 നേരം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്ന മനുഷ്യൻ പിന്നെ 5 പോയി 3 ആയി 2 ആയി 1 ആയി, പിന്നെ നിസ്കാരമില്ല ഇല്ലേ? ഇങ്ങനെ എത്ര ആളുമാരാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവോട് നാം നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന ഈ നിഅമത്ത് അത് അവസാന ശ്വാസം വരെ, റൂഹ് പിരിയുന്നത് വരെ നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ, ഇസ്തിഖാമത്ത് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ മദ്രസയുടെ കലക്ഷനാണ്. എല്ലാവരും ഉദാരമായി നിങ്ങൾ സംഭാവന ചെയ്യണം. കാരണം മദ്രസയും മറ്റുമെല്ലാം തന്നെ ഇവിടെ നടന്നു പോകുന്നത് ഞങ്ങളെപ്പോലത്തെ നല്ല സുമനസ്സുകളായ നല്ല മനുഷ്യരുടെ സഹായ സംഭാവനകൾ കൊണ്ടാണ്. അതുകൊണ്ട് ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് അറിയിക്കുന്നു. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് വളരെ പ്രയാസത്തിൽ കഴിയുന്നവർ, അതേപോലെ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേര് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ, സമസ്യകൾ, പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നവരാണ്. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. എത്രയോ നിരപരാധികളായ ആളുകൾ ഒരു കാരണവുമില്ലാതെ ജയിലിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ നീക്കി തരുമാറാകട്ടെ. അതേപോലെ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ, വളരെ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. നിങ്ങളൊക്കെ അറിഞ്ഞ കാര്യമാണതെല്ലാം. ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾ വിശപ്പടക്കാൻ ഒന്നുമില്ല കൂട്ടരെ, ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ. ഈ 2 ആഴ്ച മുമ്പ് അവിടുത്തെ ഇങ്ങനെ ഇതേപോലെ ഖുത്ബ നടത്തിയ ഒരു ഖത്തീബ് മിമ്പറിലേക്ക് കയറി. ഖുത്ബ നടത്താൻ പറ്റുന്നില്ല. ഒരു പള്ളിയിലുണ്ടായ സംഭവമാണ്, ഗസ പള്ളിയിലുണ്ടായ ഒരു സംഭവമാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നി ലാ അഖ്ദിറു അലൽ കലാം മിൻ അജ്ലിൽ ജൂ, ഇന്നി ലാ അഖ്ദിറു അലൽ കലാം മിൻ അജ്ലിൽ ജൂ വലാ തഖ്ദിറുന അന്നകും അല സിമാഅ മിൻ അജ്ലിൽ ജൂ നഖിമിസ് സലാ. ഇത്രമാത്രമാണ്. എന്താണ് അയാൾ പറയുന്നത്? എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല, വിശപ്പാണ്, പട്ടിണിയാണ്, കഴിയുന്നില്ല, കുറേ ദിവസങ്ങളായി വിശപ്പടക്കാൻ എനിക്ക് ഒന്നും കഴിയുന്നില്ല സംസാരിക്കാൻ. നിങ്ങൾക്ക് എൻ്റെ സംസാരം കേൾക്കാനും കഴിയില്ല, നിങ്ങൾ പട്ടിണിയിലാണുള്ളത്, നമുക്ക് നിസ്കരിക്കാം എന്ന് പറഞ്ഞ് മിമ്പറിൽ നിന്ന് ഇറങ്ങി നിസ്കരിച്ചതാണ്. ഇത് ഗസയിലുണ്ടായ ഒരു പള്ളിയിലുണ്ടായ ഈ 2 ആഴ്ച മുമ്പുണ്ടായ ഒരു അനുഭവമാണ്. ഇതുപോലത്തെ അവസ്ഥകൾ പ്രിയമുള്ളവരെ, അവരൊക്കെ നശിപ്പിക്കാൻ വേണ്ടി, വംശഹത്യ ചെയ്യാൻ വേണ്ടി ഇവിടെ ജൂതന്മാരും മറ്റുമെല്ലാം ശ്രമിച്ചുകൊണ്ട് അല്ലാഹുവോട് നമുക്ക് പ്രവർത്തിക്കലല്ലാതെ വേറെ വഴിയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും വേഗത്തിൽ അവർക്ക് മോചനം നൽകി, അവർക്ക് എല്ലാവിധത്തിലുള്ള സഹായങ്ങൾ, റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ കാവലിൻ്റെ നോട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് നോക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫി ഫലസ്തീൻ, اللهم انصر إخوان المسلمين في فلسطين، اللهم انصر إخواننا في غزة، اللهم دمر من دمرهم، اللهم أهلك من أهلكهم، اللهم مزق من مزقهم، اللهم كن لهم عونا معينا، اللهم انصرهم نصرا مؤزرا يا رب العالمين يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات
إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.